നമസ്കാരം, ഞാൻ ഡോക്ടർ അഖിൽ. അപ്പോൾ ഞാനിന്ന് പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നോമ്പെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ഓയിൽ അഥവാ എണ്ണയുടെ ഉപയോഗം പരമാവധി നിങ്ങൾക്ക് എത്രത്തോളം എണ്ണ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുന്നോ അത്രത്തോളം ഓയിലിൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തത്തിനകത്തുള്ള ട്രൈഗ്ലിസറൈഡ്സ് ലെവൽ, അതേപോലെ നിങ്ങളുടെ രക്തത്തിനകത്തുള്ള കൊഴുപ്പിൻ്റെ അളവ്, അതായത് ബ്ലഡ് ഫ്ലോ റെസിസ്റ്റൻസ്, അതായത് രക്തം ഒഴുകി പോകുന്നതുകൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറ്റി ബ്ലഡ് ഫ്ലോ വളരെ സുഗമമാക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ടിപ്പാണ്. അതേപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ഫൈബർ കണ്ടന്റ് വളരെയധികം ഉയർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഇലക്കറികൾ, പച്ചക്കറികൾ പോലുള്ള ആഹാരങ്ങൾ, അങ്ങനെ നിങ്ങൾ ഇലക്കറികൾ അല്ലെങ്കിൽ നമ്മൾ ഫൈബറിൻ്റെ അളവ് ഉയർത്തുകയും നിങ്ങൾക്ക് പരമാവധി ഓയിലിൻ്റെ അളവ് കുറച്ചുകൊണ്ട് നിങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ഈ അളവിലുള്ള ഓയിൽ പരമാവധി കുറച്ച് ഫൈബർ കൂട്ടുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് 1 മാസം കൊണ്ട് നിങ്ങൾ ഈ നോമ്പ് പിടിക്കുന്ന കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുത്താൻ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.